ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗോൾഡൻ പി എസ് സിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിലെ ഹരിശ്രീയിൽ വന്നിട്ടുള്ള LDC LGS മെയിൻ എക്സാം GK പരിശീലനമാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമേത്? കേരളം. കാഴ്ച പരിമിതിയുള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ഭാരതീയ റിസർവ് ബാങ്ക് ആരംഭിച്ച ആപ്പേത്? മണി. ഇന്ത്യയിലെ ഏത് പ്രധാന തുറമുഖത്തെയാണ് 2020 ജനുവരിയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ്. നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാമിന് നൽകിയ പുതിയ പേരെന്ത്? നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിതയാര്? താനിയ ഷെർഗിൽ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് ഏതു നദിക്ക് അടിയിലൂടെയാണ്? ഹൂഗ്ലി നദി, പശ്ചിമ ബംഗാളിൽ. സൂരജ് കുണ്ട് അന്തർദേശീയ കരകൗശലമേള അരങ്ങേറുന്ന സംസ്ഥാനമേത്? ഹരിയാന. നികുതിദായകരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് പെയർ ചാർട്ടിൽ ഏർപ്പെടുത്തുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ. 2020 കോമൺവെൽത്ത് സംഘടനയിൽ വീണ്ടും അംഗമായ ഏഷ്യൻ രാജ്യമേത്? മാലദ്വീപ്. ഇന്ത്യൻ സായുധ സേനയുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ഗൺ ഷോട്ട് ലൊക്കേറ്റർ ഏത്? പാർത്ത്. കാവേരി നദി ഡെൽറ്റ പ്രദേശം സംരക്ഷിത പ്രത്യേക കാർഷിക മേഖലയായി പ്രഖ്യാപിച്ച സംസ്ഥാനമേത്? തമിഴ്നാട്. ഐക്യരാഷ്ട്രസഭയുടെ ജൈവ വൈവിധ്യ ഉച്ചകോടിയായ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ടു ദി കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ് 13 വേദിയായ ഇന്ത്യൻ നഗരമേത്? ഗാന്ധിനഗർ. ഭൂഗർഭജല വിതാനം ഉയർത്തൽ, സംരക്ഷണം എന്നിവ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത്? അടൽ ഭൂജൽ യോജന. ഡൽഹിയിലെ ഫിറോഷ കോട്ട്ല ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ പുതിയ പേരെന്ത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. 2020 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തിൽഹാൻ മിഷൻ ഏത് രംഗത്തെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതാണ്? എണ്ണക്കുരുക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് കോൾഡ് സോൺ തുടങ്ങിയ ഇന്ത്യയിലെ വിമാനത്താവളം ഏത്? മുംബൈ വിമാനത്താവളം. ഡൽഹിയിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേരെന്ത്? താൽസേന ഭവൻ. പോഷകാഹാരക്കുറവില്ലാത്ത ഇന്ത്യയെ സൃഷ്ടിക്കാനായി 2020 മാർച്ച് 1 രാജസ്ഥാനിലെ കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി ഏത്? സപോഷിത് മാ അഭിയാൻ. എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം എത്തിക്കാനായി മിഷൻ ഭാഗീരഥ ആരംഭിച്ച സംസ്ഥാനമേത്? തെലങ്കാന. 2020 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആര്? രഞ്ജൻ ഗൊഗോയ്. ഇന്ത്യയിലെ 11 വ്യവസായ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ തീവണ്ടി സർവീസ്? സ്വാവലംബൻ എക്സ്പ്രസ്. കർഷകർക്കുള്ള വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആര്? കനിമൊഴി കരുണാനിധി. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലുമുള്ള ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാര്? സത്യരൂപ് സിദ്ധാനന്ദ. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ചതെവിടെ? ഋഷികേശ്.
മാലദ്വീപ്, മഡഗാസ്കർ, സെയ്ഷെൽസ്, കൊമോറോസ് എന്നീ രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കളും ആയുർവേദ മരുന്നുകളും ജീവൻ രക്ഷാ ഔഷധങ്ങളും എത്തിക്കാനായി ഇന്ത്യ നടത്തിയ ദൗത്യമേത്? മിഷൻ സാഗർ. 2020 മെയ് 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതി ഏത്? ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഇന്ത്യയുടെ GDPയുടെ എത്ര ശതമാനം വരുന്ന തുകയാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് നീക്കിവെച്ചത്? 10%. ഗ്രാമീണ മേഖലയിലെ എല്ലാ ഭവനങ്ങളിലും 55 ലിറ്റർ വീതം ശുദ്ധജലം 2024 എത്തിക്കാനുള്ള സംരംഭമേത്? ജൽ ജീവൻ മിഷൻ. 2020 ജൂണിൽ ഇന്ത്യയും ചൈനയും സംഘർഷമുണ്ടായ ലഡാക്ക് അതിർത്തി മേഖലയിലെ പ്രദേശമേത്? ഗൽവാൻ താഴ്വര. 2021-22 കാലയളവിലേക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളേവ? ഇന്ത്യ, അയർലൻഡ്, മെക്സിക്കോ, നോർവേ, കെനിയ. ഇന്ത്യക്ക് പുറത്ത് ആരംഭിച്ച ആദ്യത്തെ യോഗ സർവകലാശാലയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ലോസ് ഏഞ്ചലസ്, USA. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയ മലയാളിയാര്? മാത്തുക്കുട്ടി സേവ്യർ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? സിക്കിം. 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളിൽ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയതാര്? S. ഹരീഷ്. നോവൽ മീശ. 2019-20 GV രാജ പുരസ്കാരങ്ങളിൽ മികച്ച കായിക താരങ്ങൾക്കുള്ള പുരസ്കാരം നേടിയതാരെല്ലാം? കുഞ്ഞു മുഹമ്മദ്, മയൂക ജോണി. 2020 സംസ്ഥാന കഥകളി പുരസ്കാരം നേടിയതാര്? സദനം ബാലകൃഷ്ണൻ. 2020 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ സംഘടന ഏത്? വേൾഡ് ഫുഡ് പ്രോഗ്രാം. 2021 പത്മഭൂഷൺ ബഹുമതിക്ക് അർഹയായ കേരളത്തിലെ ഗായികയാര്? KS ചിത്ര. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ പുതിയ പേരെന്ത്? തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം. ഇന്ത്യൻ വ്യോമയാന രംഗത്തെ ആദ്യ വനിതാ CEO ആര്? ഹർപ്രീത് സിംഗ്. തുടർച്ചയായി 4ാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാര്? നിതീഷ് കുമാർ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.